CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ നാട്ടിക MLA CC മുകുന്ദൻ ഇറങ്ങിപ്പോയി. ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് MLA ഇറങ്ങിപ്പോയത്. CPI-കാരനായി തന്നെ തുടരുമെന്ന് MLA-യുടെ പ്രതികരണം. YS അഭിനന്ദ് തൃശൂരിൽ ചെന്നു. അഭിനന്ദ്, അസ്വാരസ്യങ്ങളുണ്ട്, അത് പ്രകടമാകുന്നു, പരസ്യമാകുന്നു. പ്രത്യേകിച്ച് ഒരു MLA കൗൺസിലിൽ നിന്ന് പുറത്താക്കുന്നു, അതും KE ഇസ്മായിലിനോടൊപ്പം ചേർന്നൊക്കെ നിന്നു എന്നതിന്റെ പേരിലൊക്കെ ഇത്തരത്തിൽ പുറത്താക്കിയ ആരോപണങ്ങൾ കൂടി ശക്തിപ്പെടുന്നു. എന്താണ് ലഭിക്കുന്ന വിവരം? ഈ പറയുന്ന മുകുന്ദൻ അദ്ദേഹത്തിന്റെ അസ്വാരസ്യങ്ങൾ കൃത്യമായി പരസ്യമാക്കുകയാണ്. സുഹൈൽ, CPI തൃശൂർ ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിലെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 56-അംഗ ജില്ലാ കമ്മിറ്റിയായിരുന്നു പ്രഖ്യാപിച്ചതിനകത്താണ് CPIയുടെ നിലവിലെ കൗൺസിൽ അംഗം നാട്ടിക MLA-യുമായിട്ടുള്ള CC മുകുന്ദനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്ന സാഹചര്യമുള്ളത്. അല്പസമയം മുമ്പ് CC മുകുന്ദൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം CPI സംസ്ഥാന സെക്രട്ടറിയോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുൻ മന്ത്രി VS സുനിൽകുമാർ, ഒപ്പം തന്നെ CPIയുടെ നിലവിലുള്ള ജില്ലാ സെക്രട്ടറിയുള്ള KK വത്സരാജും തനിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ CC മുകുന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. താനൊരു മികച്ച MLA ആണെന്ന്, നാട്ടിക മണ്ഡലത്തിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്ന ഒരു MLA ആണെന്നും തനിക്കെതിരെ ഗൂഢമായ ശ്രമം പാർട്ടിക്കകത്ത് നിന്ന് ഉണ്ടാകുന്നുവെന്നുമാണ് ഇപ്പോൾ നാട്ടിക MLA വ്യക്തമാക്കിയത്. നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ DYSPക്കെതിരെ പ്രതിഷേധം ഘടിപ്പിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രൂക്ഷമായ വിമർശനം അന്ന് തന്നെ CPI ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. പിന്നാലെയാണ് CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് തന്നെ നാട്ടിക MLA CC മുകുന്ദനെ മാറ്റിയിരുന്നു. അദ്ദേഹം അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ CPI ജില്ലാ സമ്മേളനത്തിനിടയിൽ 56-അംഗ ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ നാട്ടിക MLA CC മുകുന്ദനെ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമുള്ളത്. ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല. ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി J. ചിഞ്ചുറാണി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് CPIയുടെ തൃശൂർ ജില്ലാ കൗൺസിൽ അംഗമായിരുന്ന നാട്ടികയുടെ നിലവിലെ MLA ആയിട്ടുള്ള CC മുകുന്ദൻ ഇത്തരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. CPIയുടെ ജില്ലാ സെക്രട്ടറി പ്രഖ്യാപനത്തിനിടയിലും ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള KG ശിവാനന്ദനെ ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൗൺസിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ച സമയത്ത് TR രമേശ് കുമാറിനെ, ഒപ്പം തന്നെ VS സുനിൽകുമാറിനെയും പേര് കൂടി പരിഗണനയിൽ ഉണ്ടായിരുന്നു. ആ പരിഗണന പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് സംസ്ഥാന നേതൃത്വം ഇടപെടുകയാണ്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ATSയുടെ നിലവിലത്തെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളും ഒപ്പം തന്നെ ATSയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള KG ശിവാനന്ദൻ എന്ന ഒറ്റ പേരിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും അസ്വാരസ്യങ്ങൾ ഇപ്പോൾ പുകയുകയാണ്. നാട്ടിക MLA-യും സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൈൽ, അവരെന്ത് ഈ പറഞ്ഞതുപോലെ വിഭാഗീയത ഉണ്ടെന്ന കാര്യത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുമ്പോൾ ആ കാര്യത്തിൽ സംശയം തോന്നേണ്ട കാര്യമില്ല. ഈ പ്രധാനപ്പെട്ട ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആരോപണങ്ങൾ കൊണ്ട് ഒറ്റപ്പെടുത്തി എന്ന് പറയുന്നത് ഏതു തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ പറഞ്ഞ മുകുന്ദനെതിരെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്? MLA എന്ന രീതിയിലുള്ള പ്രവർത്തനം പരാജയം എന്ന രീതിയിലാണോ വിമർശനം കൗൺസിലടക്കം ഉയർന്നത്? സുഹൈൽ, ആദ്യഘട്ടത്തിൽ പ്രധാനമായിട്ട് പ്രാദേശിക വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു CPIയുടെ ജില്ലാ കമ്മിറ്റിയിലടക്കം വിമർശനം ഉണ്ടായിരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് നവകേരള സദസ്സിൽ കൊടുങ്ങല്ലൂർ DYSPക്കെതിരെ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഒരു MLA തന്നെ സമൂഹ മാധ്യമ പേജുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ പ്രാദേശിക ചാനലുകളടക്കം ഇന്റർവ്യൂ ആയി നൽകുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടി CPIയുടെ ജില്ലാ കമ്മിറ്റിയിൽ ആദ്യഘട്ടത്തിൽ വിമർശനം ഉണ്ടായിരുന്നു. പിന്നീട് പേഴ്സണൽ ഒരു PA അദ്ദേഹം നിയമിച്ചു. ആ PA നിയമനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ നടപടി നേരിട്ട ആളുകളെ PA ആക്കി തുടരരുതെന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അടക്കം നിർദ്ദേശമുണ്ടായിട്ടും അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു CPIയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിനൊപ്പം തന്നെ ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന്റെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ പല മണ്ഡലം കമ്മിറ്റി എന്നുള്ള പ്രതിനിധികൾ ഉയർത്തിയത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI ജില്ലാ സമ്മേളനം കടന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പ്രഖ്യാപിച്ച 56-അംഗ ജില്ലാ കൗൺസിലിൽ നിന്ന് CC മുകുന്ദനെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശൂർ ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ഘട്ടം അവസാനിക്കാനിരിക്കെ CC മുകുന്ദൻ ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. സുഹൈൽ.